ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് തിരുവോണ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇടാൻ 2 ദിവസം ലേറ്റായിപ്പോയി. ഞാൻ കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ സദ്യയുടെ കാര്യമൊക്കെ തിരുവോണ ദിവസം ഉണ്ടായിരുന്നു ഷോപ്പിൽ. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ ഷോപ്പിലെത്തി വിളക്കൊക്കെ കത്തിച്ച് നമുക്കിത് ജമന്തി പൂവാണ്, നല്ല ഐശ്വര്യമായ ജമന്തി പൂവാണ് കിട്ടിയത്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കർപ്പൂര തട്ടവും ഒക്കെ കത്തിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് സദ്യയുടെ കാര്യങ്ങളാണ്. അപ്പോൾ സദ്യ ഞങ്ങളുടെ ഷോപ്പിലല്ല ചെയ്യുന്നത്, കാരണം ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഷോപ്പിലില്ല. അപ്പോൾ ഞങ്ങൾ വേറെ പുറത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേറെ കാറ്ററിംഗ് ഉണ്ട്, അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവിടുന്ന് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം കൊണ്ടുവന്ന് കണ്ടെയ്നറിലോട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും കണ്ടെയ്നറിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഇത് ഇല വരെ പേപ്പറിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഇലയാണ്. ഇല വരെ ഉണ്ട്. ഇല ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നെയ്യ് പാക്കറ്റിലാണ്. എല്ലാ സാധനങ്ങളുണ്ട്. വീട്ടിൽ ചെന്ന് നമുക്ക് ഇലയിട്ട് സദ്യ വിളമ്പിയാൽ മാത്രം മതി, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ 24-ാം തീയതി വരെയാണ് നമ്മൾ ബുക്കിംഗ് പറഞ്ഞിരുന്നത്. എന്നിട്ടും 1-ാം ഓണത്തിന് ബുക്കിംഗ് കൂടുതലായത് കാരണം 1-ാം ഓണത്തിന് ഉച്ച വരെ ഞങ്ങൾക്ക് ബുക്കിംഗ് എടുക്കേണ്ടി വന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആളുകൾ വന്നതാണ്, പക്ഷേ നമ്മൾ ബുക്കിംഗ് എടുത്തില്ല. അത്രയും നമുക്ക് പറ്റില്ല. നമുക്കെല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി, കാരണം ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ സദ്യ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഉച്ച വരെ ഉള്ള ബുക്കിംഗ് പിന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിന് ഈ തിരുവോണ ദിവസം പോലും ഒരു സദ്യയെങ്കിലും തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. നമുക്ക് വിഷമം തോന്നും, പാവം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അപ്പം നമുക്ക് ഇനി അടുത്ത വർഷം ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കുറച്ചുകൂടെ വിപുലമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കണ്ടെയ്നറിലാക്കി നമ്മുടെ ഷോപ്പറിലാക്കി, എന്നിട്ട് ആ ഷോപ്പർ ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനും എളുപ്പമുണ്ട്. കാരണം വന്ന കസ്റ്റമറിന് കൊണ്ടുപോകാൻ പിന്നെ അവർ വീട്ടിൽ നിന്ന് ബാഗോ സഞ്ചിയോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ ഷോപ്പറിൽ തന്നെ കൊണ്ടുപോകാൻ വളരെ സൗകര്യത്തിനാണ് ഇത് വച്ചേക്കുന്നത്. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വളരെ കുറച്ച് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല. 1-2 കസ്റ്റമറിന് കൊടുക്കുന്ന വീഡിയോ ആണ് ഇത് എടുത്തേക്കുന്നത്. അപ്പം 1-2 പേർക്ക് ഞങ്ങൾ കൊടുത്ത് അതിൻ്റെ വീഡിയോ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത വർഷം നമുക്ക് ഇതിൽ കൂടുതൽ നല്ലവണ്ണം ചെയ്യണം, കുറച്ചുകൂടെ നല്ല വിപുലമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ബൈ.